വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ക്രിയേറ്റബിൾ ബൂട്ടബിൾ ഡിവൈസ് ആക്കാൻ വേണ്ടി ബൂട്ടബിൾ USB ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഈ റെഫ്യൂസ് എന്ന് പറയുന്നത്. ഇതിനെ കൊണ്ടുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഒരു വോയിസ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ഒന്നിൽ കൂടുതൽ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ OS നമുക്ക് ബൂട്ടബിൾ ഡിവൈസിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വിൻടോയ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൽ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൽ കാണുന്ന ഫസ്റ്റ് ലിങ്ക് ഇല്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഈ വിൻഡോയിൽ ഡൗൺലോഡ് ലേറ്റസ്റ്റ് വേർഷൻ വിൻടോയ്, അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാം. ഞാനിത് ഇപ്പോൾ ഞാൻ ക്യാൻസൽ ആക്കുന്നുണ്ട്, കാരണം ഓട്ടോമാറ്റിക്കലി ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തത് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ വരാം. ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ നിങ്ങൾക്ക് ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എക്സ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ വഴി വിന്നാർ വഴിയോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ വിൻഡോയ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ വന്ന് പിന്നെ ഇവിടെ ഫസ്റ്റ് കാണുന്നുണ്ടോ, ഇതാണ് സോഫ്റ്റ്വെയർ. ഈ 3 ഉണ്ടാവും, അതിൽ ഫസ്റ്റത്തെ എസ് കൊടുക്കുക. എസ് കൊടുത്തതിന് ശേഷം ഇവിടെ പെൻ ഡ്രൈവ് കാണിക്കുന്നതാണ്. ഓട്ടോമാറ്റിക്കലി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു പെൻ ഡ്രൈവ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണക്ട് ചെയ്ത എത്ര പെൻ ഡ്രൈവ് ഉണ്ടോ ആ പെൻ ഡ്രൈവ് ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ ഞാനൊരു പെൻ ഡ്രൈവ് മാത്രമേ ഉള്ളൂ ഇവിടെ, അപ്പോൾ അതുകൊണ്ട് ഒരു പെൻ ഡ്രൈവ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്യാപിറ്റൽ എസ് വേണം കൊടുക്കാൻ, കാര്യം സെയിം ഇതുപോലെ തന്നെ ആയിരിക്കണം ഇവിടെയും കൊടുക്കേണ്ടത്. എസ് എന്ന് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഫോർമാറ്റ് ചെയ്യട്ടെ എന്ന് അവർ ചോദിക്കുന്നതാണ്. ഡാറ്റ പോകുന്നതാണ് പറയുന്നത്. ഫോർമാറ്റ് ചെയ്യുന്നതോടെ എസ് കൊടുക്കുക, ഒന്നുകൂടെ എസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു 100% ആവും. അതിന് ശേഷം ഒരു മെസ്സേജ് വരും, ഇത് സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട്. കുറച്ച് ടൈം എടുക്കും. അതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയി വരുന്നതാണ്. ഓക്കെ, ഇത് ഓക്കെ കൊടുക്കുക. ഇവിടെ വരുന്നതാണ് കേട്ടോ നോട്ടിഫിക്കേഷനായിട്ട്. ഇത് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇതാണ് ആ പെൻ ഡ്രൈവ്. അപ്പം നിങ്ങൾ ദിസ് PC പോയി കഴിഞ്ഞാൽ ഇവിടെ കാണുന്നതാണ് നിങ്ങളെ പെൻ ഡ്രൈവ്. ഓക്കെ, അതിങ്ങനെ പേരായിട്ട് വരും, വിൻഡോയ് എന്ന് പറഞ്ഞിട്ടുള്ള പേരായിട്ട് വരും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഏത് വോയിസ് ആണോ വേണ്ടത് ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എങ്ങനെയാണോ വിൻഡോസ് ഇൻസ്റ്റാൾ ആക്കുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ആക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.